ಬಸಿದ ಬೆವರಲ್ಲಿರುವೆ ನಾನು. ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು. ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಡು ಮತಗಳ ಜಗಳ ಇದೇ ಕೆಲಸವು ಬಹಳ. ನನ್ನ ಒಲಿಸಲು ಮರುಳ ಇರೋ ಮಾರ್ಗವು ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು. ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಕಟ್ಟಿದ ಬಡವನೆದೆಯ ಗುಡಿಯಲ್ಲಿರುವೆ ನಾನು. ಬೆಳೆಯ ನಡುವೆ ರೈತ ಬಸಿದ ಬೆವರಲ್ಲಿರುವೆ ನಾನು. ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು. ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಡು ಮತಗಳ ಜಗಳ ಇದೇ ಕೆಲಸವು ಬಹಳ. ನನ್ನ ಒಲಿಸಲು ಮರುಳ ಇರೋ ಮಾರ್ಗವು ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು. ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಡು ಮತಗಳ മന്ത്രി എം ഷാജിദ് സാർ അവരുടെ നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ ജനകീയനായ MLA AK അഷ്റഫുകൾ, നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന നമ്മുടെ ബഹുമാന്യനായ MP രാജ്മോഹൻ ഉണ്ണിത്താനുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കുന്നൂറുകൾ, മറ്റുള്ള പ്രഗത്ഭരായ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ, സഹോദരി സഹോദരന്മാരെ, നാം 2 വർഷം മുമ്പ് പണി ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്ത ടൈറ്റ് ബ്രേക്കിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇത് നിർവഹിക്കുന്നത്. ഉണ്ടാകുവാനുള്ള പ്രതീക്ഷയോടുകൂടി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ജനപ്രതിനിധികളെ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാർ, ജില്ലാതല മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജില്ലയുടെ ഏറ്റവും വലിയൊരു ആവശ്യമായി ഇപ്പോഴും നമ്മളിങ്ങനെ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു വികസന പദ്ധതിയാണ് കാസർകോട്ടെ മെഡിക്കൽ കോളേജ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സമർപ്പിച്ചതിന് ശേഷം ഇപ്പോഴും ആമവേഗതയിലാണ് അതിൻ്റെ സഞ്ചാരം. ബഹുമാന്യ KM ഷാജി മിനിസ്റ്ററിന് മെഡിക്കൽ കോളേജ് സന്ദർശിക്കാനും അതിൻ്റെ പ്രധാനപ്പെട്ട മീറ്റിങ്ങിനും വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ജില്ലയിൽ എത്തിച്ചേർന്നത്. അതിനിടയിൽ നമ്മുടെ മണ്ഡലത്തിലേക്ക് 2-3 പ്രോഗ്രാം അദ്ദേഹം തരുകയും അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ ഒരു വർഷം ദീർഘകാല അഭേദ്യമായ ബന്ധമുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ കാലഘട്ടം തൊട്ട് മഞ്ചേശ്വരത്തിൻ്റെ ഒരു ഗ്രാമങ്ങൾക്കും KM ഷാജി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ പേരും ആ മനുഷ്യൻ്റെ പ്രസംഗവും കേൾക്കാത്ത ഇടം ഈ മണ്ഡലത്തിൽ ഉണ്ടാവില്ല. ഇന്ന് അദ്ദേഹം തീർച്ചയായും കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വകുപ്പിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനു ശേഷം ഭാഷകളുടെയും കലകളുടെയും സംസ്കാരങ്ങളുടെയും വിളനിലമായ യക്ഷഗാനത്തിൻ്റെ പിതാമഹൻ പാർത്ഥിസുബ്ബൻ്റെ മണ്ണായ കുമ്പളയിലേക്ക് എത്തിച്ചേർന്ന ഈ സന്തോഷകരമായ മുഹൂർത്തത്തിൽ ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ബഹുമാനായ LHD മിനിസ്റ്റർ ശ്രീ KM ഷാജി അവരുടെ സ്നേഹം ചെയ്യുന്ന ഇടമാണ് പഞ്ചായത്ത്. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് മാറുന്നത് അവർക്ക് ഒന്ന് ഫ്രഷാവാനുള്ള, അവർക്ക് അവരുടെ ഒരു പ്രാഥമികമായ കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കാൻ പെട്ടെന്ന് നഗരങ്ങളിൽ അങ്ങാടികളിലൊക്കെ വന്നാലുള്ള വലിയ ബുദ്ധിമുട്ട്, വലിയ പ്രശ്നങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങൾ വരെ അവർക്ക് ഉണ്ടാക്കുന്നതായിട്ട് നമുക്കറിയാം. പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണ്. ശുചിത്വമുള്ള ഇത്തരം ഇടങ്ങൾ വളരെ കുറവാണ്. നമ്മളെ പഞ്ചായത്ത് അതുകൊണ്ട് തന്നെയാണ് മാതൃകാപരമായ ടേക്ക് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു കെട്ടിടം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ നാട്ടിലെല്ലാ മനുഷ്യരോടും പറയാനുള്ളത് ഇത് ഒരു പൊതുമുതലാണ്, നമ്മുടെ എല്ലാവരുടെയും സ്വത്താണ്. ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ആശ്രയിക്കാവുന്ന ഇടവുമാണ്. അത് ഉപയോഗിക്കുന്നവർ ഏറ്റവും നന്നായി വൃത്തിയിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയും
വൃത്തിയോടുകൂടെ അതിനെ കൊണ്ടു നടക്കാൻ പഞ്ചായത്ത് പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ നേരത്തെ ഇവിടെ പങ്കെടുത്തത് ഹരിതകർമ്മസേനയുടെ പരിപാടിയിലാണ്. ഹരിതകർമ്മസേനയായാലും കുടുംബശ്രീ ആയാലും നമ്മളുടെ നാട്ടിലെ സ്ത്രീകൾ എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു ശാക്തീകരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ. കാസർഗോട്ടുകാരനായ ചെറുക്കുളം അബ്ദുള്ള സാഹിബ് തന്നെ പഞ്ചായത്ത് മിനിസ്റ്ററായിരിക്കുമ്പോഴാണ്, കാസർഗോഡിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട്, CP അഹമ്മദ് സാഹിബിനെ പോലെ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ഒരു പഞ്ചായത്തി രാജ് ബില്ലിനെ കേരളത്തിൽ അവതരിപ്പിക്കുന്നത് CP ആണെങ്കിൽ അതേ പഞ്ചായത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ചെറുക്കുളം അബ്ദുള്ള സാഹിബാണ് ഈ കുടുംബശ്രീയിൽ വലിയ അതിലെ തുടക്കത്തിന് കാരണമാകുന്നത്. പിന്നീട് ഹരിതകർമ്മസേന വന്നു. ഈ കുടുംബശ്രീയായാലും ഹരിതകർമ്മസേനയായാലും അടിസ്ഥാനപരമായിട്ട് സ്റ്റേറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശാക്തീകരണം മാത്രമല്ല, അവരുടെ ആത്മാഭിമാനത്തെ. പലതരത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ കർമ്മങ്ങളിൽ, ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും ശക്തമായി ഇടപെടുന്ന ഇടമാണ് കുടുംബശ്രീയും അതുപോലെ തന്നെ ഹരിതകർമ്മസേനയും ഒക്കെ. അതല്ലാതെ ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് പഞ്ചായത്തിന് പരിപാടികൾ നടത്താൻ എളുപ്പമുള്ള ഒരു വിഭാഗമായിട്ട് മന്ത്രിമാർ വരുമ്പോൾ ഇരുന്നിട്ട് കൈയടിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടിരുന്ന ആളുകളാക്കി അവരെ നിർത്താനല്ല സർക്കാർ കുടുംബശ്രീയെ വെച്ചിരിക്കുന്നത് എന്നതും അതിൻ്റെ ലക്ഷ്യമെന്നതും എല്ലാവരും ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മന്ത്രിമാരുടെ ബോറം പ്രസംഗങ്ങൾ ഇങ്ങനെ കേട്ടിരുന്ന ആവിടേണ്ട പണിയല്ല കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെയും ഉത്തരവാദിത്വമൊന്നും. അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കൃത്യമായും ഏറ്റവും സത്യസന്ധമായും അവർക്ക് അവരുടെ അന്തസ്സും അഭിമാനത്തെയും ഉയർത്താൻ കഴിയുന്ന തരത്തിൽ അവരുടെ സാമ്പത്തികമായും സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ. ആത്മാഭിമാനം എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ള ഒന്നാണ്. നമ്മുടെ നാട്ടിൽ അതിന് തരംതിരിവുകൾ ഉണ്ടായ കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല, എല്ലാവർക്കും അതിൻ്റെ അഭിമാനമുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കുടുംബശ്രീയൊക്കെ കേരളത്തിൽ ശക്തി പ്രാപിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കാര്യം അവരുടെ ആത്മാഭിമാനത്തെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നത്, ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കുടുംബശ്രീയിലൊക്കെ ക്ലാസ് എടുക്കാൻ വരുന്നവരോട് ഞാൻ പറയാറുണ്ട്, പറഞ്ഞ് കുടുംബകലഹം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് സ്ത്രീ ശാക്തീകരണമോ പുരുഷ ശാക്തീകരണമോ പോവുകയല്ല വേണ്ടത്. മറിച്ച് സൊസൈറ്റിയുടെ സുഗമമായുള്ള നടത്തിപ്പിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലിപ്പോൾ കാസർഗോഡ് നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ സാമ്പത്തികമായ ഏൺ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. പക്ഷേ ഒരു 50% ഒരു പക്ഷേ ഈ കേരളം 50% ഒരു 60% വരെയൊക്കെയാണ് ഇവിടെ ഏൺ ചെയ്യുന്നതിൽ ഇവിടുത്തെ പുരുഷന്മാരുടെ ഒരു മുന്നേറ്റമാണ് നമ്മൾ കഴിഞ്ഞ ഒരു 19 കൊല്ലക്കാലം 60 കൊല്ലക്കാലം ഒക്കെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടങ്ങളിൽ ഒരു 80 കൊല്ലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. എന്നാൽ ബാക്കി വരുന്ന ഒരു വിഭാഗം അടുക്കളയിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു വിഭാഗമാണ്. അവർക്കൂടെ ഇന്ന് സജീവമായി രംഗത്തുണ്ട്. അവരും സമ്പാദിക്കുകയും അവനവൻ ആവശ്യമുള്ള പണം അവനുണ്ടാക്കാൻ കഴിയുകയും ചെയ്യുക എന്ന് പറയുന്നത് അവനവൻ്റെ ഇൻഡിവിജ്വാലിറ്റിയെ, വ്യക്തിത്വത്തെ ഉയർത്തുന്ന ഒന്നാണ്. അതാണ് യഥാർത്ഥത്തിൽ ശാക്തീകരണം എന്നൊക്കെ പറയുന്നത്. ആകാശത്ത് നിന്ന് ഇറക്കി വരുന്നതോ മന്ത്രിയുടെയോ MP-യുടെയോ MLA-യുടെയോ പ്രസംഗത്തിൽ രൂപപ്പെട്ടു വരുന്ന സാധനമൊന്നുമല്ല. നമ്മളുടെ കാലിൽ നിൽക്കുന്നു എന്ന ബോധ്യമുണ്ടാവുക, എനിക്ക് പരാശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നു എന്ന ബോധ്യമുണ്ടാവുക, ഇതൊക്കെ തന്നെയാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് കുടുംബശ്രീയെ ഗവൺമെൻറ്, സ്റ്റേറ്റ് വിഭാവന ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ആളുകളെ കൂട്ടാൻ പരിപാടികളിൽ പഞ്ചായത്തിൻ്റെ ചുടുവിൽ പരിപാടി നടത്താനുള്ള ഒരു ഏർപ്പാടായിട്ടല്ല കുടുംബശ്രീയിലെയും ഹരിതകർമ്മസേനയിലെയും. ഹരിതകർമ്മസേന രണ്ടാമത്തെ ഒന്നാണ്. ഈ നാടിൻ്റെ വൃത്തിയിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അതൊരു പവിത്രമായ ഉത്തരവാദിത്തമാണ്. നിങ്ങളും ഞാനും നമ്മളുടെ കൈപ്പിഴ കൊണ്ട് ചെയ്തു പോകുന്ന പാപങ്ങളെ പുറത്തെടുക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന വലിയ ഉത്തരവാദിത്തം, വലിയ മാന്യതയും മര്യാദയുമാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് സമൂഹം അവരുടെ മുമ്പിൽ നമിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ ആദരപൂർവ്വം കൊണ്ടു നടക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന് വലിയ ബോധ്യം സർക്കാരിനുണ്ട്. ഇനിയുള്ള ഓരോ കാലഘട്ടങ്ങളിലും ഈ കുടുംബശ്രീ ആയാലും അതുപോലെ തന്നെ ഹരിതകർമ്മസേനയായാലും അവരുടെ ഉന്നമനത്തിന്, അവർക്ക് അവരുടെ യശസ്സിന്, അവരുടെ അഭിമാനത്തിന് ഉതകം വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഞാൻ സ്നേഹവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയത് നമ്മുടെ ചെർക്കള അബ്ദുള്ളയാണ്. പക്ഷേ 2017 കേരളത്തിൽ ഹരിതകർമ്മ സേനയുടെ മിഷൻ രൂപീകരിക്കുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ മുസൽമാനും ക്രിസ്ത്യാനിയും തിന്റെ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം.
മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാൻ ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇന്ത്യ തന്നുടെ മക്കളും നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസം നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം. പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിത്ത
Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.